ഡൽഹി എയർപോർട്ടിൽ ലാൻഡായി. ഇനിയിപ്പോൾ നമ്മൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 1.5 ദിവസം നമ്മൾ ഡൽഹിയിലുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഡൽഹി യാത്രയിലോട്ട് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലഗേജുകളൊക്കെ 1 by 1 ആയിട്ട് വന്നു. അതെല്ലാം പൊന്നും എടുത്തു വെച്ചപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. ബാഗെല്ലാം എടുത്ത് വെച്ചു പൊന്നും. എന്നിട്ട് നമ്മളിപ്പം ഇവിടുന്ന് വെളിയിലോട്ട് പോകണം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പെട്ടിയും കൊണ്ടുവന്നു തേജസ്. വെൽക്കം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ആൾ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഡ്രൈവർ ഇവിടെ ഉണ്ട്. വെൽക്കം മിസ്സിസ് മഞ്ജു എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ ആയിട്ട് ഇവിടെ ആൾ നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ ട്രാവലറിൻ്റെ ഡ്രൈവറാണ് മുന്നേ പോകുന്നത്. 2 ദിവസം നമ്മൾക്ക് ഇവിടെ സാരഥിയായിട്ട് ഇദ്ദേഹമായിരിക്കും ഉള്ളത്. തൃശ്ശൂരുള്ള ഒരു ട്രാവൽ ഏജൻസി മുഖാന്തരമാണ് നമ്മൾ ഇപ്രാവശ്യത്തെ നമ്മുടെ യാത്രയെല്ലാം ബുക്ക് ചെയ്തത്. ഈ അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ള യാത്രയായതുകൊണ്ട് ട്രാവലിനിടയിൽ ഒരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് വന്ന ഉടനെ തന്നെ നമ്മളെ കാത്ത് ഡ്രൈവർ നിന്നതും ട്രാവലർ ബുക്ക് ചെയ്തതും ഒക്കെ ഈ ഏജൻറ്റ് മുഖാന്തരമുള്ള ആ ഒരു പാക്കേജിൻ്റെ ഭാഗമാണ്. നല്ല സർവീസാണ് തന്നത് സോഫാർ. നമ്മളെന്തായാലും ഡൽഹിയിലെത്തി. ഇനിയിപ്പം ഡൽഹിയിൽ കുറച്ച് സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇന്നിങ്ങനെ പോയി നമ്മൾ നാളെ കൊച്ചിക്ക് തിരികെ പോകുന്നതായിരിക്കും. ഇപ്പോൾ ഒരു കിലോമീറ്റർ നടന്ന് ഇവിടെ വരെ ഇവിടെ ഒരു VIP പാർക്കിംഗ് ഉണ്ട്. 1500 രൂപയാണ് അരമണിക്കൂറത്തേക്കെന്നാണ് പറയുന്നത് പാർക്കിംഗ് ഫീ. വണ്ടി വന്നാൽ അവരവിടെ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ട് നമ്മളെയും കൊണ്ട് ഇത്രയും ദൂരം നടന്ന് നമ്പർ 9 ചെന്ന് അവിടെ നിന്ന് ഷട്ടിൽ ബസ് എടുത്ത് ആ ഷട്ടിൽ ബസ്സിൽ കയറി നമ്മൾ പാർക്കിംഗ് ലോട്ടിൽ പോകണം. എന്നിട്ട് അവിടെ നിന്നേ പോകാൻ പറ്റൂ. കാര്യം നോർമൽ പബ്ലിക്കിന് ഇവിടെ വന്ന് ഇടണേൽ 1500 രൂപ അരമണിക്കൂറത്തേക്ക് കൊടുക്കണം. എന്നാൽ ഇവിടെ പാർക്ക് ചെയ്യാം. ട്രാഫിക് കുറയ്ക്കാനാണ് ഈ സംഭവം എന്നാണ് ഇദ്ദേഹം പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത് ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഷട്ടിൽ ബസ് എടുത്ത് നേരെ ഇതാ കാണുന്ന ഷട്ടിൽ ബസ്സാണ്. അതേ കയറി നമ്മൾ പാർക്കിംഗ് കൊണ്ടുവിടും. നമ്മൾ അങ്ങനെ ആ ഷട്ടിൽ ബസ്സിൽ കയറി ഷട്ടിൽ ബസ്സിലാണ് ഇരിക്കുന്നത്. ബസ്സൊക്കെ വളരെ കണ്ടം ചെയ്യേണ്ട സമയം കഴിഞ്ഞ ബസ്സുകളാണ്. ഇതൊക്കെ എങ്ങനെ ഇവരിതിട്ട് ഓടിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇത്ര ഒരു എയർപോർട്ടിൽ ഒരു 3rd ക്ലാസ് കണ്ടം ചെയ്ത് കളയേണ്ട ബസ്സാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. പറഞ്ഞാലുണ്ടല്ലോ ഈ ബസ്സിൽ കയറിയിട്ടുണ്ടല്ലോ, ഞാൻ ഏതോ സുഡാനോ അതോ അല്ലെന്നുണ്ടെങ്കിൽ ഏതോ ആഫ്രിക്കൻ രാജ്യത്തെ ബസ്സിൽ കയറിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ത്യയിലത് തീർച്ചയായിട്ടും വളരെ ഷെയിമാണ് ഈ ഇതുപോലത്തെ ബസ്സൊക്കെ പാസഞ്ചേഴ്സിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. വളരെ ഒരു ഔട്ട്ഡേറ്റഡ് ബസ്. അതാണ് നമ്മളെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വളരെ മോശം. അവർക്ക് നല്ല ബസ് ഇട്ടുകൂടെ? എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ഇവർ ഇത്രയും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ബസ് യൂസ് ചെയ്യുന്നതെന്ന്. ഇതുവരെ വന്ന നമ്മുടെ ട്രാവലിങ്ങിൽ വളരെ മോശമെന്ന് എടുത്ത് പറയേണ്ടി വരുന്ന ഒരു സംഭവമാണിത്. നമ്മളിപ്പോഴും പാർക്കിങ്ങിൻ്റെ ആ ഒരു ലോട്ടിലോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. പാർക്കിംഗ് കുറേ ദൂരെയാണ് എയർപോർട്ടിൽ നിന്ന്. നമ്മുടെ ലഗേജും കാര്യങ്ങളും എല്ലാം ഡ്രൈവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. വണ്ടി വെളിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വലിയ തിരക്കേടില്ലാന്ന് തോന്നും, പക്ഷെ അകത്ത് വളരെ മോശമാണ്. അങ്ങനെ നമ്മുടെ ട്രാവലറിൻ്റെ അടുത്ത് എത്തി. നമ്മൾ ഈ വണ്ടിയല്ല പോവാം. ഇനിയും ഡൽഹി നമ്മളെ കറക്കുന്ന ഈ വണ്ടിയാണ്.
അങ്ങനെ വണ്ടി ഓടിക്കുന്നത്. ഡൽഹി നമ്മൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര പൊല്യൂഷനാണെന്നുള്ളതാണ്. പൊല്യൂഷൻ ഇച്ചിരി കൂടുതലുള്ള, വളരെയധികം കൂടുതലുള്ള ഒരു സിറ്റിയാണ് ഡൽഹി. ഇപ്പം തന്നെ നമുക്ക് അന്തരീക്ഷം വളരെ ഒരു പുകമയം നിറഞ്ഞ അന്തരീക്ഷമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. അങ്ങനെ ഒരു പ്രശ്നം ഡൽഹി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഡൽഹിയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഓൾമോസ്റ്റ് സിറ്റി മൊത്തം നമുക്ക് പല പല പാർക്കുകൾ കാണാം. റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് നല്ല തണൽ മരങ്ങളും ഇഷ്ടംപോലെ വൃക്ഷങ്ങളും ഒക്കെ ആയിട്ട് പാർക്കുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഫുൾ ഡൽഹി മുഴുവൻ പച്ചപ്പാണ്. പക്ഷെ എന്നിട്ടും ഇവിടുത്തെ ആ ഒരു പൊല്യൂഷനെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ പാർക്ക് കൂടില്ല എന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമായേനെ ജീവിതം. ഏതാണ്ട് 1 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് ഹോട്ടലിന് മുന്നിലെത്തി. ബ്ലൂം എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് ഇപ്രാവശ്യം ഡൽഹിയിൽ സ്റ്റേ ചെയ്യുന്നത്. ഇപ്പം കുറച്ച് നേരത്തെ എത്തിക്കൊണ്ട് എയർലി ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുവാണ്. അതിനുശേഷം വെളിയിലോട്ട് പോകണം. ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് സരോജിനി മാർക്കറ്റിലോട്ട് പോകുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. അപ്പം അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ ഇറങ്ങി. ഭയങ്കര തിരക്കുണ്ട് വഴിയിൽ. ഇപ്പം നമ്മൾ സരോജിനി മാർക്കറ്റ് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഡൽഹിയിൽ എംബസിയൊക്കെ ഉള്ള ഒരു ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ മുന്നിൽ കാണുന്നത് ബ്രിട്ടീഷ് എംബസിയാണ്. അത് കഴിയുമ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മൾ ഓസ്ട്രേലിയൻ എംബസി നമ്മൾ കണ്ടു. ഓസ്ട്രേലിയൻ എംബസി, പിന്നെ ഇപ്പം കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് എത്യോപ്യ, അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളുടെ എംബസി ഈ ഭാഗങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏരിയ അതീവ സുരക്ഷാ മേഖല ആയിരിക്കും എന്നത് ഉറപ്പാണ്. നമുക്ക് കൂടുതലും ഇതുവഴി നടന്നു പോവുക എന്ന് പറയുന്നത് അലൗഡ് ആയിരിക്കണമെന്നില്ല. കാര്യം വെച്ചാൽ അത്രയ്ക്കും സെക്യൂരിറ്റി വേണ്ട ഒരു മേഖലയാണ്. ഇരുവശവും അതിമനോഹരമായിട്ടാണിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ഒരു കോമ്പൗണ്ടോട് കൂടിയ എംബസികളാണ് കൂടുതലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല രസമുള്ള ഒരു ഭാഗമാണിവിടം. ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ ഈ റൂട്ടിൽ കൂടെ പോയി കാണാതെ പോകുന്നവർ കുറവായിരിക്കും. കാര്യം അതുപോലെ ഭംഗിയുള്ളൊരു ഭാഗം തന്നെയാണ് ഈ എംബസി ഏരിയ. നമ്മളുടെ ഇപ്പോഴത്തെ ആ ഒരു യാത്ര എന്ന് പറയുന്നത് നേരെ സരോജിനി മാർക്കറ്റിൽ പോകുക എന്നുള്ള ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. അതിനിടയിൽ നമ്മളിപ്പം ഇങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ പോകുന്നു. സരോജിനി മാർക്കറ്റിൽ എന്തിരുന്നിട്ടാണെന്നറിയില്ല, പോയി നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമ്മൾ കയറിയില്ലായിരുന്നു, മുടിഞ്ഞ തിരക്കായിരുന്നു. സരോജിനി മാർക്കറ്റിൽ വന്നിട്ടൊരു പാവ് ഭാജി ഓർഡർ ചെയ്യും. ഞങ്ങളത് കഴിക്കുക. അതായത് വടാപ്പാവാന്ന് തോന്നുന്നല്ലേ, വടാപ്പാവ്. ഇത് പാവ് ഭാജി അല്ലേ? ഇത് പാവ് ഭാജിയാണ്, ഇങ്ങോട്ട് വടാപ്പാവ്. ഭയങ്കര ക്രൗഡായിരുന്നു സരോജിനി മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും അവിടെ കാര്യമായിട്ട് എടുത്തില്ല. ഓടി നടന്ന് 1 മണിക്കൂർ കൊണ്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരികെ ഇപ്പോൾ നമ്മൾ ഹോട്ടലിലോട്ട് പോവുകയാണ്. ഡൽഹി മെട്രോ ആണ് ആ പോകുന്നത്. ഗ്രില എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്, അടിപൊളി ഒരു ഹോട്ടലാണ്. BJP നേതാവിൻ്റെ വീടാണ്. ഇതൊരു കോൺഗ്രസ് MPയുടെ വീടാണ്. അങ്ങനെ ഓരോ MPമാരുടെ നേതാക്കന്മാരുടെ ഒക്കെ വീടുകളായി കാണുന്നതൊക്കെ.
നമ്മളിപ്പോൾ പോകുന്നത് യശ്വന്ത് സിംഗ് റോഡ് എന്ന് പറയുന്ന ആ ഒരു റോഡിൽ കൂടെയാണ്. ഇപ്പോൾ ഈ മുന്നിൽ കാണുന്നത് ഹൈദരാബാദ് ഹൗസ്. അതാണ് അത്യാവശ്യം ഭയങ്കര വലിപ്പമുള്ള ഒരു ബിൽഡിങ്ങാണ് ഈ ഹൈദരാബാദ് ഹൗസ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം പോകുന്നത് നേരെ ഉദ്ദേശം എന്ന് പറയുന്നത് നേരെ നമ്മൾ അക്ഷർധാം ടെമ്പിൾ കാണാനാണ്. അങ്ങോട്ട് പോകണം സുപ്രീം കോർട്ട്. ഈ റോഡ് സുപ്രീം കോർട്ട് റോഡാണ്. നമ്മളങ്ങനെ അക്ഷർധാം ടെമ്പിളിൻ്റെ കോമ്പൗണ്ടിലെത്തി. ലെഫ്റ്റിൽ കാണുന്ന വലിയ മതിലിൻ്റെ ഉൾവശത്താണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ വണ്ടി ഇതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഇവിടെ മൊബൈൽ ഒക്കെ കൈവശം വെക്കുന്നത് അലൗഡല്ല. അതൊക്കെ ലോക്കറിലവർ പിടിച്ച് വാങ്ങിയിട്ടേ നമ്മൾ അകത്തോട്ട് വിടത്തുള്ളൂ. ഇതിൻ്റെ പാർക്കിംഗ് സോണാണ്. നമ്മളെ ഇവിടെ ഇപ്പോൾ അവർ ഡ്രോപ്പ് ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. ആ കാണുന്നതാണ് ടെമ്പിള്. നമ്മളിവിടെ നിന്ന് നേരെ നടന്ന് ടെമ്പിളിൻ്റെ ഉള്ളിലോട്ട് പോകണം. ഇത് നമ്മുടെ സുഹൃത്ത് ശങ്കർഭായിയാണ്. അദ്ദേഹം റിയാദിൽ നമ്മുടെ സുഹൃത്താണ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അങ്ങനെ അക്ഷർധാമിൽ വെച്ച് കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ മകനും കൂടെയുണ്ട്. ശങ്കർഭായും മോനും ഇവിടെ മോൻ്റെ പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഡൽഹിയിൽ വന്നതാണ്. അങ്ങനെ നമ്മളിവിടെ അക്ഷർധാം ടെമ്പിളിൽ വെച്ച് കണ്ടുമുട്ടി. നമ്മൾ അക്ഷർധാം ടെമ്പിളിൻ്റെ ഉൾവശത്തെല്ലാം പോയി. കുറച്ച് തിരക്കുള്ളൊരു ഇതായിരുന്നു. അതിനുശേഷം നമ്മൾ വെളിയിൽ വന്നിട്ട് എടുക്കുന്ന ആ ഒരു പിക്ചറാണിതൊക്കെ. ഇതിനകത്തോട്ട് നമുക്ക് മൊബൈൽ കൊണ്ടുപോകാൻ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ലോക്കറി വെച്ചിരിക്കുകയായിരുന്നു. ശങ്കർഭായി അതിനുശേഷം നമുക്ക് ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇപ്പോൾ പോവുകയാണ്. ഇവിടെ അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെയൊക്കെ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബാർബിക്യൂ നേഷൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞാൻ അവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ബ്ലൂ ടൊക്കായ് रोस्ट. കൊണാട്ട് റൈസ് എന്ന് പറയുന്ന ഫേമസ് സ്ഥലമാണ്. ഞാൻ ഈ റെസ്റ്റോറൻറ്റിലാണ് ബാർബിക്യൂ നേഷൻ. പിന്നെ അതുപോലെ ഇത് ഞാൻ വന്നിട്ടുണ്ട് ബാർബിക്യൂ നേഷൻ. അതായത് ഓൾ യു ക്യാൻ ഈറ്റ് ആണ് ഇത്. ടാക്കോ ബെൽ ഉണ്ട്, മക്ഡൊണാൾഡ്സ് ഉണ്ട്.
നമ്മൾ ഇവിടെ എന്താ ഒരു റെസ്റ്റോറൻറ്റ് പിന്നെ പിണ്ട് ബലൂച്ചി ജൻപത് അവിടോട്ടാണ് പോകുന്നത്. എല്ലാവരും നമ്മൾ ഇറക്കി വിട്ടിട്ട് നമുക്ക് പോകാം. അച്ഛാ ഇറങ്ങിക്കോ. ആ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ നിന്ന് ക്രോസ് ചെയ്ത് വേറെ റെസ്റ്റോറൻറ്റോട്ട് പോവാം. എല്ലാവരും വരുന്നുണ്ട്. LICയുടെ ഒരു ഭയങ്കര ഹ്യൂജ് ബിൽഡിങ്. ഇതാണെന്ന് തോന്നുന്നു ഇന്ത്യയിലെ LICയുടെ ഹെഡ് ഓഫീസ്. ഭയങ്കര ബിൽഡിങ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഒരെണ്ണം വീശി ഇങ്ങനെ ഇരിക്കും. എന്തേണ്ട ലൈവ് മ്യൂസിക്. നമ്മൾ സ്നോബറി എന്നൊരു റെസ്റ്റോറൻറ്റ്, ഒരു ഐസ്ക്രീം പാർലറാണ്. രണ്ടുപേരുടെ സ്നോബറിയിൽ വന്നിരിക്കുക. ഇത്ര ദൂരെ നിന്നറിയാ വന്നിരിക്കുന്നത്. ഇത്ര ദൂരവും നടന്നു. അല്ല, ഒരു മിനിറ്റ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയാ പോരെ? ഞങ്ങൾ അങ്ങോട്ടാ പോകുന്നത്. കാണാം. ഓക്കെ മോളെ, ബൈ. You have it. You bought. No. We'll have another one. We'll get another one. Don't know. Okay, bye. അങ്ങനെ ശങ്കർജിയും മോനും നമ്മളോട് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് വന്ന് ബൈ ബൈ പറഞ്ഞ് അവർ പോവുകയാണ്. ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ടും പോകുന്നു. റെസ്റ്റോറൻറ്റിലാണ് ആ ഹോട്ടലുകാരുടെ. ഇവിടെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റാണല്ലോ റൂമിൻ്റെ കൂടെ. അപ്പോൾ അത് നമ്മളിവിടെ വന്നാൽ കഴിക്കുന്നത്. റൂം എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻറ്റ്, ഒരു നോർമൽ റെസ്റ്റോറൻ്റാണ്. വലിയ കാര്യമായിട്ട് നമുക്ക്, പക്ഷെ നമ്മുടെ ഫുഡൊക്കെ നമുക്ക് കഴിക്കാം. ഇവിടെ ഒരു ബിക്കാനിവാല എന്ന് പറഞ്ഞൊരു സ്വീറ്റ് ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് ഹോട്ടലിൽ ഞാനൊരു ഓട്ടോറിക്ഷ എടുത്തിട്ട് അവിടോട്ട് പോവുകയാണ്. കുറച്ച് സ്വീറ്റ് മേടിക്കാൻ. ഇവിടുത്തെ ഡൽഹിയിലെ സ്പെഷ്യൽ ഒരു ഷോപ്പാണ് ഈ ബിക്കാനിവാല. അങ്ങോട്ട് പോവാം. ഇത് ഈ സ്ഥലത്ത് തന്നെയുള്ള ഒരു പ്ലേസ് തന്നെ. ഇത് കരോൾ ബാഗ് തന്നെയാണ്. കരോൾ ബാഗിൽ തന്നെ അതുള്ള നമ്മളങ്ങനെ ബിക്കാനിവാലയിലെത്തി. ഇവിടുന്ന് വന്ന് സാധനം മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് കാജു ബർഫിയോ വട്ടവർ അതാണ് വാങ്ങാനായിട്ട് വന്നത്. ഇത് സ്വീറ്റ് ഷോപ്പാണ്. ഭയങ്കര അടിപൊളി ഷോപ്പാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു കടയായതുകൊണ്ട് എക്സ്പെൻസീവാണ് സംഭവങ്ങളെല്ലാം.
വാങ്ങിയത് ഈ കാജു ബർഫിയാണ്. ഈ സാധനം കാജു ബർഫി. വാങ്ങി നമ്മളിവിടുന്ന് മൂവ് ചെയ്യുവാണ്. അതുപോലെ ബോംബെയിൽ ഉണ്ട്, ഡൽഹിയിലാണ് കൂടുതലും ഈ സൈക്കിൾ റിക്ഷക്കാർ. ഈ സൈക്കിൾ റിക്ഷയിൽ ഒന്ന് കയറാമെന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ നോക്കുന്ന സൈക്കിൾ റിക്ഷക്കാർ. പക്ഷെ ആരെയും കാണുന്നില്ല. കുറച്ച് മുമ്പ് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു ഒരു സൈക്കിൾ റിക്ഷ. നേരം അങ്ങനെ നോക്കി നിന്നു നമ്മുടെ സൈക്കിൾ റിക്ഷക്കാരെ. അവരെ ഒന്നും കാണാഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു ഓട്ടോറിക്ഷ എടുത്ത് നേരെ നമ്മുടെ ഹോട്ടലിലോട്ട് തന്നെ പോവാം. ജീവിതം അന്നത്തേക്ക് വേണ്ടിയുള്ളത് ഉണ്ടാക്കാനും ജീവിക്കാനും ഉള്ള തത്രപ്പാടിലാണ് ഇവിടുത്തെ ജനങ്ങൾ. അത് നമുക്ക് ഓരോരുത്തരെയും കാണുമ്പോൾ മനസ്സിലാവും. കാശുള്ളവൻ്റെ ഇഷ്ടം പോലെ കാശില്ലാത്തവർ അന്നന്നേക്ക് വേണ്ടി അവരുടെ ജീവിതത്തിന് വേണ്ടി ഓടുന്നത്. അതാണ് മോസ്റ്റ്ലി നമ്മുടെ ഭാരതം. ഉള്ളവനൊത്തിരിയും ഇല്ലാത്തവനൊന്നുമില്ലാത്തതും അതാണ് സംഭവം. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഇവിടെ എത്തി. എല്ലാവരും എത്തി. നമ്മളിനി ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. അവർ ജേണി ഗോയിങ് ബാക്ക് ടു കൊച്ചി. ഇനിയിപ്പോൾ ഡൽഹി ഒന്ന് കറങ്ങണം. എന്നിട്ട് നമ്മൾ കൊച്ചി ലക്ഷ്യമാക്കി പോവാണ്. തിരക്കൊന്നുമില്ല ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത്. ഹോട്ടലിലെത്തി. നമ്മളിപ്പം ഡൽഹിയൊക്കെ ഒന്ന് കറക്കി തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടുപോകും. അങ്ങനെ വണ്ടി കയറുവാണ്. ലഗേജൊക്കെ കയറ്റി വെക്കുന്നു. ഇത് ഹ്യൂമിഡിഫയർ, അതായത് ഇത് പൊല്യൂഷൻ ഡൗൺ ചെയ്യാൻ വേണ്ടി. അതുപോലെ ഇത് ഇതില്ലേ നമ്മുടെ മിസ്റ്റ് അടിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഈ സിറ്റി ഭയങ്കരം പൊല്യൂട്ടഡാണ്. എല്ലാ റോഡിലും ചെന്നാൽ എല്ലാം ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ്. എല്ലാം ഗവൺമെൻറ് ഓഫീസുകളും ഓരോ മന്ത്രാലയങ്ങളുമാണ് നമുക്ക് ഡൽഹിയിലെ ഓരോ ഭാഗങ്ങളും കാണാൻ സാധിക്കുന്നത്. പാർലമെൻറ്റിനോട് ചേർന്നുള്ള ഒരു സ്ട്രീറ്റായിരുന്നു. ഇതെല്ലാം ഓരോ ഓഫീസുകളാണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് നമ്മുടെ ജയശങ്കറൊക്കെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആണ് വാണിജ്യ ഭവൻ. ഇതാണ് നേവിയുടെ ഹെഡ് ക്വാർട്ടറാണ് ഈ കാണുന്നത്. അതായത് അത്
അതൊരു വലിയ ഏരിയ. സ്റ്റേഡിയം, നാഷണൽ സ്റ്റേഡിയം. മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം, വലിയ സ്റ്റേഡിയം അത്. ഇന്ത്യയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഏറ്റവും സുലഭമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന മനുഷ്യരെയാണ്. മറ്റേ ആന്ധ്രാപ്രദേശിൻ്റെ ഭവനിൽ പോവാം ഫുഡ് കഴിക്കാൻ, ക്യാൻറ്റീനിൽ. ആന്ധ്രാപ്രദേശ് ഭവൻ കണ്ടോ? ആ, ഇതാണ് ക്യാൻറ്റീനിലോട്ടൊരു എൻട്രി. നമുക്ക് ലഞ്ച് 12 മണി തൊട്ട് 3 മണി വരെയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ 12 മണിയായി. നമ്മൾ തെലുങ്കാന ഭവനിൽ കയറിയിട്ട് ഒരു ലഞ്ച് കഴിക്കാം. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തു. ഒരു ഫിഷ് കറി, ഒരു ഫിഷ് ഫ്രൈ, മട്ടൺ റോസ്റ്റ്, പിന്നെ വെജ് താലി. സംഭവം കൊള്ളാം, ടേസ്റ്റ് ഉണ്ട് മട്ടൺ. ഹലോ, നമ്മളങ്ങനെ ഈ ഒരു ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഭവനിൽ ആഹാരം കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ എത്ര പേരുണ്ടായിരുന്നു? 1, 2, 3, 4, 5, 6, 7, 8 പേര്. 7 പേർക്ക് 1750 രൂപ. അതിനകത്ത് 2 പേര് കഴിച്ചില്ല. ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ എയർപോർട്ട് പോകണം. 4 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം 12:30. ഇത് ഞങ്ങളുടെ ഇവിടെ ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് പുള്ളിക്കാരി പോവുക മദ്രാസ്, ചെന്നൈ. ഇവിടെ ആൾക്കാർ വന്ന് ചോദിക്കുന്നു ഇങ്ങനെ കൗണ്ടറിൽ മട്ടൻ ചിക്കനൊക്കെ ഉണ്ടോയെന്ന്. ഈ ജസ്വന്ത് സിംഗ് റോഡിനോട് ചേർന്നാണ് ഈ ആന്ധ്രാ ഭവൻ. ഇവിടെ നല്ല തണലാണ് ഡൽഹി മുഴുവൻ, പക്ഷെ പൊല്യൂഷൻ ഒട്ടും കുറവില്ല. നാളെ ഇതാ നമ്മുടെ വണ്ടി വന്നു. ഒരു ദിവസമല്ലേ ഉള്ളൂ. ഇന്ന് രാവിലെ അപ്പോൾ അത് കാരണം അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഇറങ്ങി നടന്ന് കാണുന്ന സംഭവങ്ങൾക്കൊന്നും പോയില്ല. എല്ലാം വണ്ടിയിൽ ഇങ്ങനെ കണ്ടതല്ലാതെ ഇങ്ങോട്ട് ഇറങ്ങി നടന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് വണ്ടി ഇരുന്നാണ് ഡൽഹി ചുറ്റി കാണുന്നത്. ഓ, ആംബിയൻസ് മോൾ. ആംബിയൻസ് മോൾ, ഇത് ആംബിയൻസ് മോളാ. ആ, തിരക്കാന്നുള്ളത്. നെൽസൺ മണ്ടേല റോഡ്. നമ്മളിപ്പോൾ തിരിയുന്ന നെൽസൺ മണ്ടേല റോഡിലോട്ടാണ്. വണ്ടി ഇതാ തിരികെ പോവാണ്. നമ്മളങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന ആ പ്ലേസിലോട്ട് പോവുക. നല്ല ബോർഡിങ് ചെയ്യണമല്ലോ. ഇനി ഇവിടെയാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആദ്യത്തെ ഗേറ്റ് കടന്ന് അകത്തോട്ട് കയറി ഇരുന്നു. ഡൊമസ്റ്റിക് ഡിപ്പാർച്ചറും ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറും തൊട്ടപ്പുറം ഇപ്പുറയാണ്. അത് ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ ഇപ്പുറ, ഇത് ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ. എ ആൻഡ് ഇ ആണ്. അതിനകത്ത് ഇ എന്നുള്ള പ്ലേസ് നമ്മളിപ്പോൾ എത്തി. ഇതാണെന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. കൊച്ചി ബോംബെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് വിസ്താരയാണ്. വിസ്താര 2 ദിവസം കൂടെ ഉള്ളൂ ആക്ച്വലി ഈ പേരിൽ ഇനി അറിയപ്പെടുക. ഇവർ എയർ ഇന്ത്യ ആയിട്ട് മേർജ് ആവുകയാണ്. വിസ്താര 2 ദിവസം കൂടെ ഉള്ളൂ ഈ പേരിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവർ എയർ ഇന്ത്യ ആയിട്ട് മേർജ് ആവുകയാണ്. ബാഗ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കുക കൗണ്ടറിൽ. ഞാൻ എൻ്റെ റാഡോ വാച്ച് ഒരു പ്രാവശ്യം ഡൽഹി വന്നപ്പോൾ ഇവിടെ നിന്നാണ് വാങ്ങിയ ഈ സാധനം. ഈ ഷോപ്പിൽ നിന്നാണ് മേടിച്ച്.
ഇത് ബെനറ്റൈൻസ് ഓഫ് കറേഴ്സാണ് അല്ല, നമ്മൾ ഇതുവഴി തന്നെ ആയിരുന്നു കുറച്ച് മുമ്പ് പോയത്. അങ്ങോട്ട് നമ്മൾ ഗേറ്റ് ലക്ഷ്യമാക്കി പോവാണ്. നമ്മുടെ ഗേറ്റ് 38 ആണെന്ന് തോന്നുന്നു, 38B. നമ്മളിങ്ങോട്ട് വരുമ്പോൾ കണ്ട പാർക്കിംഗ് ആണ് ആ ബിൽഡിംഗ്, ആ കാണുന്ന ചെടികളുള്ള ബിൽഡിംഗ്. അത്യാവശ്യം വലിപ്പമുള്ള എയർപോർട്ടാണിത്. െത്തി നമ്മൾ എന്തുകൊണ്ട് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാം. ഒരു ഫൈനൽ കോൾ വിളിച്ചു, അങ്ങോട്ട് പോവാം. അത് ശരിയാ, വിസ്താര വിട്ടു. ഇതാ വിസ്താര നമ്മൾ പോകുന്ന ഫ്ലൈറ്റ്. നമ്മൾ വിസ്താരയിലെത്തി. ഈ ഫ്ലൈറ്റിൻ്റെ പേരിപ്പം മാറും, 2 ദിവസം കൂടെ ഉള്ളു വിസ്താരയുടെ പേരിൽ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അത് എയർ ഇന്ത്യ ആയിട്ട് മേർജ് ആവും. ഫ്ലൈറ്റിനുള്ളിൽ കയറി. അത്യാവശ്യം നല്ല ഫ്ലൈറ്റാണ്, കാണാൻ നല്ല രസമുള്ള ഫ്ലൈറ്റാണ്. ഓക്കെ, Now brief you on the safety features of this Vistara Airbus 320 aircraft. To fasten your seatbelt, insert the metal tip into the buckle. Your seat before assisting others. There are 8 emergency exits on this aircraft. There are 2 doors at the rear, 4 exits over the wings, and 2. നമ്മളങ്ങനെ ടേക്ക് ഓഫ് ആകാൻ പോവാണ്. വിസ്താര വന്നിട്ട് ഫുഡ് തരില്ലെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ അവർ ഫുഡ് തരുന്നുണ്ട്. So, take off. നമ്മൾ കയറുമ്പം വിചാരിച്ച അങ്ങനെ, അത് കാരണം നമ്മൾ KFC മാക്ഡൊണാൾഡ്സും ഒക്കെ വാങ്ങിയാൽ കയറിയ. ബട്ട് ഇവിടെ അകത്ത് കയറിയപ്പോഴത്തേക്ക് അവർ നോർമലി എല്ലാം സെർവ് ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങി, ഇനി ബാഗേജ് എടുക്കുക, വണ്ടി എടുക്കുക, നേരെ ചമ്പക്കുളം. നമ്മുടെ ലഗേജൊക്കെ കിട്ടി, നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങിയതാ മുന്നോട്ട് പോകുന്നു. 5 പ്രീപെയ്ഡ് ടാക്സി എടുക്കണം, അതെടുത്തിട്ട് വേണം പോകാൻ. അവരിവിടെ നിന്ന് പ്രീപെയ്ഡ് ടാക്സി എടുത്തിട്ട് പോകുന്നു. ഞാനിവിടെ വണ്ടി ഇട്ടിട്ട് പോകുന്നതുകൊണ്ട് വണ്ടി എടുത്ത് അങ്ങ് വിടുക നേരെ. നമ്മൾ വണ്ടിയെ കയറി ഇനിയിപ്പം തിരികെ വീട്ടിലോട്ട്. ഇന്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനലിലെ പാർക്കിംഗ് ആയത്.